ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് എപ്പോഴും ഇങ്ങനെ മീറ്റൊക്കെ ചെയ്യാറുണ്ട്. ഇതെൻ്റെ കഴിഞ്ഞ ഓഫീസിലെ ഫ്രണ്ട്സാണ്. ഇവരായിട്ട് എൻ്റെ മുന്നത്തെ പ്രാവശ്യം മീറ്റ് ചെയ്ത വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത സ്ഥലം വികാഷ് ബാബു ആട്ടോ. വികാഷ് ബാബുവിൽ അൺലിമിറ്റഡ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിംഗ് ഒക്കെ ഉണ്ട്. 3 മണി തുടങ്ങി 7 മണി വരെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളപ്പോൾ ആദ്യം വിചാരിച്ചു നേരെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ട് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു 5 മണിയായപ്പോഴാണ് എത്തിയത്. കൃത്യം 5 മണിയായപ്പോൾ എത്തിയപ്പോഴത്തേക്കും ആൾ ഞങ്ങളോട് പറഞ്ഞു അൺലിമിറ്റഡ് ചാർട്ടിലുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്: പാനിപ്പൂരി, ദഹിപ്പൂരി, എന്താണ് പാവ് ഭാജി, സമോസ ചാട്ട്, പപ്പടി ചാട്ട്, ഇങ്ങനെ അല്ല പപ്പടി ചാട്ടല്ലല്ലോ, സേവ് പൂരി, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഈ ഡോക്ല, അതൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഹാഫ് ആൻ അവറിൽ തന്നെ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ഈച്ച് പേഴ്സണിന് 150 രൂപ വെച്ച് ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 150 ഈച്ച് പേഴ്സണിന്, പിന്നെ ഓരോ സാധനങ്ങൾക്കായിട്ട് റേറ്റ് മാറിക്കൊണ്ട് അൺലിമിറ്റഡ് ആയിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എനിക്ക് വെറൈറ്റീസ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ അരമണിക്കൂർ ടൈമേ ഉള്ളൂ ഓർഡർ ചെയ്ത് കഴിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ചാട്ടിൻ്റെ ഒപ്പം കുറച്ച് ഗോസിപ്പ്, അതൊരു രസമാണല്ലോ. ആസ് യൂഷ്വൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഗോസിപ്പ് ചെയ്യുന്നു, കഴിക്കുന്നു, ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു 2 മിനിറ്റും കൂടി ഉണ്ട് നിങ്ങൾക്ക് ഇനി ഓർഡർ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ഒരു പാനിപ്പൂരിയും കൂടി ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ക്ലോസ് ആക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫേവറേറ്റ് ദഹിപ്പൂരിയും പാനിപ്പൂരിയും ആയിരുന്നു. ദഹിപ്പൂരി എനിക്കൊന്ന് ദഹിപ്പൂരി 3 തവണയും പാനിപ്പൂരി 3 തവണയും ഞങ്ങൾ ഓർഡർ ചെയ്തു. ബാക്കിയൊക്കെ ഞങ്ങൾ ഒറ്റൊരു തവണ ഓർഡർ ചെയ്തേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത എന്ത് ഓർഡർ ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് വയറ് നിറയാറായി. കാരണം നമ്മൾ കഴിച്ചതിന് എന്തെങ്കിലും നമ്മൾ വേസ്റ്റ് ചെയ്താൽ ഇവർ ഫൈൻ എടുക്കും നമ്മുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഓർഡർ ചെയ്തതും എല്ലാം. ഫൈൻ എടുക്കുന്നത് ഭയങ്കര മോശം കാര്യമല്ലേ, നാണക്കേടല്ലേ. നമ്മൾ ഇത്ര ഫുഡിയായ ആൾക്കാർക്ക് തീർക്കാൻ പറ്റാണ്ട് ഫൈൻ എടുക്കാമെന്ന് വെച്ചിട്ട് മോശമുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നെക്സ്റ്റ് പ്ലാനായിരുന്നു നേരെ ഞങ്ങൾ ജവഹറിൽ ഇങ്ങനൊരു സെൻറ്റർ ഉണ്ട് അവിടെ ഇരിക്കാൻ. അവിടെ കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചായ കുടിക്കാൻ ഒരു ഇഞ്ച് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല വയറിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചു പിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.